പെസഹ റംസാൻ കാലയളവിൽ താൽക്കാലിക വെടിനിർത്തൽ കൊണ്ടുവരണമെന്ന US നിർദ്ദേശം അംഗീകരിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു US നിർദ്ദേശം അംഗീകരിച്ചതായുള്ള തീരുമാനം പ്രസ്താവനയിലൂടെ പുറത്തുവിട്ടു. നിലവിലെ വെടിനിർത്തൽ കഴിഞ്ഞ ദിവസം അവസാനിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി ഇസ്രായേൽ ഗാസയിലേക്കുള്ള സഹായ വിതരണം താൽക്കാലികമായി തടഞ്ഞിരിക്കുകയാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന 4 മണിക്കൂർ നീണ്ടുനിന്ന സുരക്ഷാ ക്യാബിനറ്റിന്റെ യോഗത്തിലാണ് പെസഹായുടെയും റംസാനിന്റെയും കാലഘട്ടത്തിൽ നടപ്പിലാക്കുന്ന താൽക്കാലിക വെടിനിർത്തൽ കരാർ അംഗീകരിച്ചുകൊണ്ടുള്ള തീരുമാനമുണ്ടായത്. അമേരിക്കയുടെ പ്രത്യേക താൽപര്യപ്രകാരമാണ് ഇസ്രായേൽ ഇങ്ങനെയൊരു തീരുമാനത്തിലെത്തിയത്. ട്രംപിന്റെ പശ്ചിമേഷ്യയുടെ സമാധാനത്തിന്റെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് ആണ് ഇസ്രായേലുമായി ഇത് സംബന്ധിച്ച് ചർച്ചകൾ നടത്തിയത്. ഈ വെടിനിർത്തൽ അവസാനിക്കുന്ന മുറയ്ക്ക് ശേഷിക്കുന്ന ബന്ദികളെയും കൊല്ലപ്പെട്ട ബന്ദികളുടെ മൃതദേഹങ്ങളും ഹമാസ് ഇസ്രായേലിന് കൈമാറുവാനുള്ള നടപടികൾ കൈക്കൊള്ളുമെന്ന് സ്റ്റീവ് വിറ്റ്കോഫ് ഇസ്രായേലിന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇത് പ്രധാനമന്ത്രിയുടെ ഓഫീസും സ്ഥിരീകരിക്കുന്നു. എന്നാൽ ഇതുവരെ ഹമാസ് ഈ കരാറിനെ അംഗീകരിച്ചിട്ടില്ലെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രസ്താവനയിൽ പറയുന്നു. കരാറിലെ പുതിയ നിർദ്ദേശങ്ങൾ ഹമാസ് അംഗീകരിച്ചില്ലെങ്കിൽ, മറ്റ് ചർച്ചകൾ ഫലപ്രദമായില്ലെങ്കിൽ സൈനിക നടപടികൾ പുനരാരംഭിക്കുവാനും തയ്യാറാണെന്നും PMO കൂട്ടിച്ചേർത്തു. അതേസമയം 1ാം ഘട്ട വെടിനിർത്തൽ അവസാനിച്ചതിന്റെ ഭാഗമായി ഗാസയിലേക്കുള്ള സഹായ വിതരണം ഇസ്രായേൽ നിർത്തിവെച്ചു. ഇസ്രായേൽ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ ആഴ്ചകളിൽ 4700 ട്രക്കുകൾ ഗാസയിൽ പ്രവേശിച്ചിരുന്നു. ഏതാനും മാസങ്ങൾക്ക് ഇത് മതിയാകുമെന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത്. ഇസ്രായേൽ ബ്ലാക്ക് മെയിലിംഗ് നടത്തുന്നുവെന്നാണ് ഹമാസ് ഇതിനെതിരെ പ്രതികരിച്ചിരിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.